ഇന്ത്യയിൽ ആദ്യമായിട്ട് അലുമിനിയം ഉൽപ്പാദിപ്പിച്ചത് ഈ കളമശ്ശേരിയിലാണ്, കേരളത്തിലാണ്. 74 ആയപ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ ഭയങ്കര ഇലക്ട്രിസിറ്റി ക്ഷാമം വന്നു. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ക്ഷാമം വന്നപ്പോൾ ഈ അലുമിനിയം പാത്രങ്ങൾ കേരളത്തിലേക്ക് വരാണ്ടായി. പക്ഷെ കേരളത്തിൽ അന്ന് ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ആർക്കും ധൈര്യമില്ല. ഞാനൊക്കെ ചാക്ക് തുന്നലായിരുന്നു ആദ്യത്തെ ജോലി. ഈ അലുമിനിയം പാത്രം പാക്ക് ചെയ്യാനായിട്ട് ചാക്ക് വേണം. കിഴക്കമ്പലം ടെക്സ്റ്റൈൽസ് ആണ് പിന്നീട് കിറ്റക്സ് ആയിട്ട്, അതായത് കിഴക്കമ്പലത്തിന്റെ KIയും ടെക്സ്റ്റൈൽസ് അത് സാബുവിന്റെ ഐഡിയ ആണ്. ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രം ബോബിയുടെയാണ്, സാബുവിന്റെ അല്ല. പുള്ളിയുടെ ആശയം എൻ്റെ ആശയമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ട്രഡീഷണൽ അല്ലേ, വിപ്ലവമില്ല. സാബ് ഇങ്ങോട്ട് വരവില്ല. എനിക്ക് പുള്ളിയുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഷെയറും ഇല്ല, എൻ്റെ ഇൻഡസ്ട്രിയിൽ പുള്ളിക്ക് ഒരു ഷെയർ. നിങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്? ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. നമസ്കാരം. യശശരീരനായ MC ജേക്കബ് സാർ തുടങ്ങിയ കിറ്റക്സ് എന്ന സ്ഥാപനം ഒരുപക്ഷെ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ചരിത്രവും പരിശോധിച്ചാൽ ഇത്രയും വലിയൊരു സ്ഥാപനം ഇത്രയും ദീർഘകാലം ഉണ്ടായിരുന്നു എന്നത് തന്നെ അത്ഭുതകരമാണ്. MC ജേക്കബിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇപ്പോൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. MC ജേക്കബിന് 2 മക്കളായിരുന്നു, ബോബി ജേക്കബും സാബു ജേക്കബും. സാബു ജേക്കബാണ് ഇപ്പോൾ വിവാദങ്ങളിലൂടെ അറിഞ്ഞിരിക്കുന്നത്. മിക്കവരുടെയും വിചാരം സാബു ജേക്കബ് മാത്രമാണ് MC ജേക്കബിൻ്റെ മകൻ. എന്നാൽ അങ്ങനെയല്ല. MC ജേക്കബിൻ്റെ പല സ്ഥാപനങ്ങളുണ്ട്. 2 മക്കൾക്കും പലതരത്തിലാണ് സ്ഥാപനങ്ങൾ. കിറ്റക്സ് ഗാർമെൻറ്റ്സ് എന്ന സ്ഥാപനമാണ് സാബു ജേക്കബ് നടത്തുന്നതെങ്കിൽ കിറ്റക്സ് ലിമിറ്റഡ് എന്ന MC ജേക്കബ് തന്നെ തുടങ്ങിയ സ്ഥാപനവും, ചാക്സൺസ് എന്ന് പറയുന്ന സ്ഥാപനം, സാറാസ് എന്ന് പറയുന്ന സ്ഥാപനം, അന്ന അലുമിനിയം, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നടത്തുന്നതും അതിന് ചുമതലക്കാരനും ബോബി ജേക്കബാണ്. നമുക്ക് ബോബി ജേക്കബിനോട് ചില വിശേഷങ്ങൾ ആരായം. നമസ്കാരം. എനിക്ക് ഈ 2 പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ കിറ്റക്സിൻ്റെ ഈ ഒരു സ്ട്രക്ചർ ഒന്ന് പറയുമോ? അച്ഛൻ തുടങ്ങി എങ്ങനെ 68 തുടങ്ങി? 68 അന്ന അലുമിനിയം ആരംഭിക്കുന്നത്. അതിക്ക് മുന്നേ കോൺട്രാക്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ അലുമിനിയം കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, ഇന്ത്യയിൽ ആദ്യമായിട്ട് അലുമിനിയം ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയ ഒരു കമ്പനി ഇവിടെ കളമശ്ശേരിയിലുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അലുമിനിയം ഉൽപ്പാദിപ്പിച്ചത് ഈ കളമശ്ശേരിയിലാണ്, കേരളത്തിലാണ്. അതിക്ക് മുമ്പ് ഈ അലുമിനിയം പ്രോസസ്സ് ചെയ്ത് ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം ആക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിലില്ല. അത് വരാനായിട്ടൊരു കാരണമുണ്ട്. അത് സർ CP അന്ന് ദിവാനായിരുന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സോഴ്സ് അത് വെള്ളമാണെന്ന് കണ്ടെത്തി പുള്ളി ഇവിടെ ഒരു ഡാം നിർമ്മിച്ചു. ഇവിടെ തന്നെ കിഴക്ക് ഇടുക്കിയുടെ ഭാഗത്ത് നേരിമംഗലത്ത് ഡാം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചു. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് ആളില്ലാണ്ട് വന്നു. അവിടെ ഇത് വെറുതെ ഉൽപ്പാദിപ്പിച്ച് നഷ്ടപ്പെടുക. അപ്പോൾ പുള്ളി അന്ന് പഠിച്ചു ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി ഏതാണെന്ന് പുള്ളി കണ്ടെത്തി. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അലുമിനിയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി. 1 കിലോ അലുമിനിയം ഉണ്ടാക്കാനായിട്ട് 19 യൂണിറ്റ് വൈദ്യുതി വേണം. അപ്പോൾ പുള്ളി അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ആൽക്കണ്ട കാനഡയുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പുള്ളി അവിടെ തന്നെ പോയി അന്വേഷിച്ചപ്പോൾ കാനഡയിൽ ആൽക്കൺ ഗ്രൂപ്പ് ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന ഒരു കമ്പനി അവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഇലക്ട്രിസിറ്റി അന്ന് 1 പൈസയോ 1/2 പൈസയോ ഒരു യൂണിറ്റിന് കൊടുക്കാമെന്ന് എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവരാണ് ആദ്യമായിട്ട് കേരളത്തിൽ വന്ന് കളമശ്ശേരി തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ട്, ഒരു ഡ്രോസ് എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ്. അതിലും ഏതാണ്ട് 60% അലുമിനിയം ഉണ്ട്. ഈ അലുമിനിയം മുഴുവനും ഡ്രോസ് മുഴുവൻ കയറി പോകുന്നത് തമിഴ്നാട്ടിലേക്കോ ആന്ധ്രയിലേക്കോ. അപ്പോൾ അദ്ദേഹം അത് കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കൂടെ പഠിച്ച ഒരു സുഹൃത്ത് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോടായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് സാധനം മുഴുവൻ കയറി പോവാണ്, നമുക്കിത് ഇവിടെ തന്നെ വേർതിരിച്ചെടുക്കാനായിട്ടുള്ള സംവിധാനം ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഇവിടെ തുടങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. അതിൻ്റെ ബേസിൽ ചാച്ചൻ അത് പഠിക്കുകയും ട്രിച്ചിയിലാണെന്ന് അതിൻ്റെ ചിറ്റനാപ്പള്ളി അവിടെ പോയി അവിടെ ഈ യൂണിറ്റ് കാണുകയും അത് പഠിക്കുകയും അതിൽ കൂടുതൽ നാൾ അവിടെ നിന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ചാച്ചൻ്റെ ഒരു മാമ്പഴ സൗഹൃദമുണ്ട്.
ഈ മാമ്പഴം എല്ലാ വർഷവും കൊണ്ടുവന്ന് എല്ലാ ആളുകൾക്കും കൊടുക്കും. ട്രിച്ചിലാണ് ഈ ഹിമാപസന്ത് അന്ന് മുതൽ കൊടുക്കുന്നത്. അപ്പോൾ ഹിമാപസന്ത് മാങ്ങ ഉണ്ടാവുന്നത് ഈ ട്രിച്ചിനാപ്പള്ളിയിലെ കാവേരിയുടെ തീരത്താണ്. അപ്പോൾ അവിടെ താത്താചാര്യയുടെ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ നിന്ന് സ്പെഷ്യലായിട്ട് അന്ന് TVS മാത്രമാണ് ഈ മാങ്ങ മേടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മളും മേടിക്കും. അപ്പോൾ ഈ മാങ്ങ മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. ഈ മാങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരില്ല, ഫൈബർ ഇല്ല. അപ്പോൾ അത് വായിലിട്ട് വെണ്ണ അലക്കണ മാതിരി കിട്ടിയതാ. അപ്പോൾ ആ മാങ്ങയുടെ ഒരു ഹിസ്റ്ററി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പോയി ഇതിപ്പോൾ കണ്ടുപഠിക്കുകയും അങ്ങനെ അവിടുത്തെ സാധനങ്ങൾ, റയർ സാധനങ്ങൾ കണ്ട് മനസ്സിലാക്കി, അത് റയറായിട്ടുള്ള സാധനങ്ങൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും അദ്ദേഹത്തിന്. അപ്പോൾ ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കാനൊക്കെ സാഹചര്യം ഉണ്ടായി. അവിടെ പോയി പണി പഠിച്ചതിനോടൊപ്പം ഇവിടെ നിന്ന് ഒരു 7 ജോലിക്കാരെ അവിടെ വിട്ട് ട്രെയിനിങ് ചെയ്തു. എങ്ങനെയാണ് ഉണ്ടാക്കണേ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നല്ല. അദ്ദേഹം അത് ഇവിടെ കൊണ്ടുവന്ന് അലുമിനിയം ഇവിടെ മേടിച്ച് ഇവിടെ ആദ്യമായിട്ട് ഒരു യൂണിറ്റ് ഇട്ട് അതിൽ നിന്ന് അലുമിനിയം സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അലുമിനിയം അങ്ങനെ സെപ്പറേറ്റ് ചെയ്തുമ്പോൾ വലിയ മാർജിനൊന്നുമില്ല, ഒരു ചെറിയ 10 പൈസ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് 10 പൈസ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ എമൗണ്ട്. അപ്പോൾ ആ ചെറിയ മാർജിനിൽ ഇത് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ആലോചിച്ചു, ഇതിൻ്റെ ഈ അലുമിനിയം കൊണ്ട് നമുക്ക് എന്താണ് ഫോർവേഡിങ് ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ നമ്മളൊരു ഇൻറ്റഗ്രേഷൻ നടത്തി അവിടുന്ന് വേസ്റ്റിൽ നിന്ന് നമ്മൾ അലുമിനിയം സെപ്പറേറ്റ് ചെയ്തു. ആ സെപ്പറേറ്റ് ചെയ്ത അലുമിനിയം എങ്ങനെ ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ അലുമിനിയം പാത്രങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട്. ഇതിൽ നിന്ന് അലുമിനിയം ബില്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് റോൾ ചെയ്ത് ഷീറ്റാക്കി ആ ഷീറ്റിൽ നിന്ന് സർക്കിൾ ഉണ്ടാക്കി സർക്കിള് പാത്രം അടിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. അദ്ദേഹത്തിൻ്റെ ആ ജിജ്ഞാസ അദ്ദേഹം അത് മനസ്സിലാക്കി. അതിൽ നിന്ന് ആണ് അന്ന അലുമിനിയത്തിൻ്റെ ഒരു അല്ല അമ്മയുടെ പേരിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങാമെന്ന്. അമ്മയുടെ പേരിലാണ് അന്ന അലുമിനിയം അന്നയുടെ പേരിലാണ്. അന്ന എന്നാണ് അമ്മയുടെ പേര്, അന്നമ്മ. മനസ്സിലായി. അപ്പോൾ അദ്ദേഹം അത് തുടങ്ങുകയും ആ ഇൻഡസ്ട്രി ആദ്യകാലത്ത് വളരെയധികം ബിസിനസ്സിന് ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്തു. അതായത് മാർക്കറ്റില്ല, അതായത് നമ്മൾ കൊടുക്കുന്നേക്കാളും വില കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് മായം ചേർത്ത അലുമിനിയം പാത്രങ്ങൾ വരും. അദ്ദേഹം ഇപ്പോൾ അന്ന് 3.5 രൂപയ്ക്കാണ് 1 കിലോ അലുമിനിയം പാത്രം, 2.5 രൂപയ്ക്കൊക്കെയാണ് 1 കിലോയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ 2.5 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അവർ അത് 2.25 ആക്കും. അപ്പോൾ നമ്മൾ 2.25 ആക്കുമ്പോൾ അവർ രണ്ടാക്കും. അപ്പോൾ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മായം ചേർത്ത അലുമിനിയം, അതിൽ ലെഡൊക്കെ ചേർത്തിട്ടാണ് വരുന്നത്. അവർക്കത് ചെയ്യാനും പറ്റും. അപ്പോൾ ചാച്ചൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുക്കണം, ഏറ്റവും നല്ല അലുമിനിയം, ശുദ്ധമായ അലുമിനിയം തന്നെ കൊടുക്കണം. ആ ഒരു പോളിസിയുടെ പേരിൽ അദ്ദേഹം അതിൽ പിടിച്ചു നിൽക്കാൻ നോക്കി. ഏതാണ്ട് 300 അന്നത്തെ കാലത്ത് 200 ടണ്ണായിട്ട് സ്റ്റോക്ക് വന്നു എന്നാണ്. ശരി. ആരും മേടിക്കുന്നില്ല, ആകെ പൊളിഞ്ഞു. അപ്പോൾ സ്ഥലം വിറ്റാൽ പോലും കടം തീർക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 1968 തുടങ്ങി 74 ആയപ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ ഭയങ്കര ഇലക്ട്രിസിറ്റി ക്ഷാമം വന്നു. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ക്ഷാമം വന്നപ്പോൾ ഈ അലുമിനിയം പാത്രങ്ങൾ കേരളത്തിലേക്ക് വരാണ്ടായി. ഇത് വരാണ്ടായപ്പോൾ നമ്മുടെ പാത്രത്തിന് ഡിമാൻഡ് കൂടി. അപ്പോൾ നമ്മുടെ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നത് മാത്രമല്ല, അന്ന് ഈ അലുമിനിയത്തിന് വില കൂടി തുടങ്ങി. ഈ ഡിമാൻഡ് വന്നപ്പോൾ ഈ 2 രൂപ ഉണ്ടായിരുന്ന അലുമിനിയം പാത്രത്തിന് 3 രൂപയായി. അപ്പോൾ നമ്മൾ 3 രൂപയ്ക്ക് അത് 4 രൂപയായി, 4 രൂപയ്ക്ക് വിൽക്കാൻ പറ്റി, 5 രൂപയായി. അപ്പോൾ നമുക്കാണ് സ്റ്റോക്ക് ഉണ്ട്, നമുക്കാണ് 10-200 ടൺ സ്റ്റോക്ക് ഇരിക്കും. മാർക്കറ്റിലെ വില അനുസരിച്ച് കൂട്ടാം നമ്മൾ. അപ്പോൾ ഇത് അങ്ങനെ 20 രൂപ വരെ കൂടി. അതോടെയാണ് ക്ലച്ച് പിടിച്ചത്. അതാണ് ഇതിന്റെ ഒരു അടിത്തറയായത്. അപ്പോൾ ഇത് ആളുകൾ ഉപയോഗിച്ച് ബോബിയുണ്ടോ? ഞാനുണ്ട്. പിന്നെ കൊച്ചു സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇനാഗറേഷനൊക്കെ സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ഒരു ഫോട്ടോ ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അന്ന് എൻ തോമസ് സാറാണ് ഇനാഗറേറ്റ് ചെയ്തത്, NE ബലറാം സാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ വില കൂടി വിട്ടപ്പോഴുകൂടി ഇത് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റി. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിങ് മനസ്സിലായി. അങ്ങനെയാണ് അലുമിനിയത്തിൻ്റെ ക്വാളിറ്റി ആളുകൾക്ക് സെപ്പറേറ്റ് ചെയ്യാനും ആ ക്വാളിറ്റിയിൽ പാത്രം വിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് പരസ്യമൊന്നും ആരും ചെയ്യില്ല. പക്ഷേ ചാച്ചൻ്റെ ആ ഒരു ദീർഘവീക്ഷണത്തിൽ അദ്ദേഹം അലുമിനിയം പാത്രത്തിൻ്റെ ഗുണങ്ങളും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരു പരസ്യം വന്നത്, ഒരു പേജ് ഒരു മനോരമയിൽ മാത്രം ഒറ്റ ഫുൾ പേജ് പരസ്യം വന്നു. അന്നൊന്നും ആരും അങ്ങനെ ഒരു ഫുൾ പേജ് പരസ്യത്തെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. ആ സമയത്താണ് അദ്ദേഹം പരസ്യം കൊടുത്ത് അതിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മച്ചി ഒരു ആർട്ടിക്കിൾ എഴുതി,
വേറെ ഒന്നുമല്ല, അലുമിനിയം എങ്ങനെ നമുക്ക് റീസെയിൽ വാല്യൂ, അതായത് അലുമിനിയത്തിൻ്റെ റീസെയിൽ വാല്യൂ അതെങ്ങനെ നമുക്ക് ഒരു ഹോബി ആയിട്ട് കൊണ്ടുനടക്കാം. വേറെ ഒന്നുമല്ല, സിഗരറ്റിൻ്റെ പാക്കറ്റ്, അതുപോലെ തന്നെ പേസ്റ്റിൻ്റെ ബാലൻസ്, അങ്ങനെ അലുമിനിയത്തിൽ കൊണ്ട് വരുന്ന കുറേ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കും. മനസ്സിലായി. അപ്പോൾ അതിലൊരു ആർട്ടിക്കിൾ ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനം കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സാധനം അത് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ അന്നേരം അപ്പോഴത്തേക്കും നമുക്ക് ഈ ISIയുടെ ഒക്കെ ഒരു ആവശ്യം നമ്മൾ മനസ്സിലേക്ക് വരികയും ആ ISI അനുസരിച്ച് പാത്രങ്ങളുണ്ട്, സർക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. ISI അനുസരിച്ച് ISIയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ISO മാതിരിയല്ല. അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ നിലവാരം, അതിൻ്റെ പാത്രത്തിൻ്റെ നിലവാരം, അതിൻ്റെ തിക്നെസ്, അതിൻ്റെ ലാസ്റ്റിങ്, അതിൻ്റെ ഡാമേജ് എത്രയാവും. അപ്പോൾ ഈ ISI ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് അവർ സജസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ISI എടുക്കാൻ തുടങ്ങി. അപ്പോൾ മിനിമം 99.53% ഉള്ള അലുമിനിയം പാത്രങ്ങൾക്ക് ISI അനുവദിക്കൂ. അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡിലേക്ക് അപ്പോൾ മറ്റാർക്കും കോമ്പീറ്റ് ചെയ്യാൻ വയ്യെന്നായി നമ്മൾ ആ സ്റ്റാൻഡേർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് 1974 സാറ സ്പൈസസ് തുടങ്ങി. മറ്റേ 68 74 സാറ സ്പൈസസ് തുടങ്ങാൻ കാരണം എന്നാ, സാറ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ചാച്ചൻ്റെ മദറിൻ്റെ അനിയത്തി. അപ്പോൾ സാറ എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവരുടെ പേരിൽ ഒരു തുടങ്ങാനായിട്ടാണ് ആ സംരംഭം തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ആ സംരംഭം തുടങ്ങാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് റഷ്യയിലേക്ക് എക്സ്പോർട്ട് ഉണ്ട്. അലുമിനിയം അല്ല, കുരുമുളക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സീസണൽ ബിസിനസ്സാണ്. അപ്പോൾ ഓഫ് സീസണിൽ ജോലിക്കാർക്ക് പണിയില്ല. അപ്പോൾ അവർക്ക് ഒരു പണി കണ്ടുപിടിക്കാനായിട്ട് ആലോചിച്ചപ്പോൾ നമുക്ക് ഈ കറി പൗഡറൊക്കെ അന്ന് തുടങ്ങിയിട്ടില്ല, ആരും മാർക്കറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആശയം വരികയും നമ്മൾ അതിന് അക്മാർക്കുമായിട്ട് ബന്ധപ്പെട്ട്, അന്നത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് അക്മാർക്കാണ്, ഈ സ്പൈസസിൻ്റെ ക്വാളിറ്റി ആയിട്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് അക്മാർക്കിൻ്റെ ഇത് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് എങ്ങനെ കറി പൗഡർ ഉണ്ടാക്കാമെന്ന് ടെക്നോളജി അവിടുത്തെ ഒരാളെ കൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ച് കിട്ടി. അങ്ങനെ നമ്മൾ അവിടുന്ന് കറി പൗഡർ ആദ്യമായിട്ട്, അന്നില്ല, ആദ്യമായിട്ട് അലുമിനിയം ബ്രാൻഡ് ചെയ്തത്, അലുമിനിയം പാത്രം ബ്രാൻഡ് ചെയ്തത് ചാച്ചനാണ്, കറി പൗഡർ ബ്രാൻഡ് ചെയ്തത് ചാച്ചനാണ്. അപ്പോൾ അങ്ങനെ ആ ബ്രാൻഡിങ്ങിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് കറി പൗഡർ ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞ് 1980 കിറ്റക്സ് തുടങ്ങാൻ. അതിനും ഒരു കാരണമുണ്ട്. ഈ അന്നത്തെ കാലത്ത് ഈ പവർ ലൂമിന് ലൈസൻസ് വേണം. ഇന്ത്യ ഗവൺമെൻറ് ലൈസൻസാണ്. അപ്പോൾ കേരളത്തിലേക്ക് ഏതാണ്ട് 8000 പവർ ലൂമിന് ലൈസൻസ് കിട്ടി. പക്ഷേ കേരളത്തിൽ അന്ന് ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ആർക്കും ധൈര്യമില്ല. ആ സാഹചര്യത്തിൽ TV തോമസ് ആണ് വ്യവസായ മന്ത്രി. അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഓരോ ലൂമും ഓരോ സ്മോൾ സ്കെയിൽ യൂണിറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ആ സ്മോൾ സ്കെയിൽ യൂണിറ്റിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. അവർ ഈ യൂണിറ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു മദർ യൂണിറ്റ് ഉണ്ടാക്കുക. മദർ യൂണിറ്റ് നൂല് പർച്ചേസ് ചെയ്ത് ഇവർക്ക് VV ചെയ്യാൻ കൊടുക്കുക. അവർക്ക് VV ചെയ്ത് കൊടുക്കുന്ന അവരുടെ തുണി നമ്മൾ മേടിക്കുക. അങ്ങനെ മേടിച്ച് അത് വിപണനം നടത്തുക. അങ്ങനെ ആ ഒരു കെയർ ഓഫിൽ അന്ന് കുന്നത്തറ, മറ്റേ അച്ഛന്മാർക്ക് വേണ്ടി തൃശ്ശൂർ ഒരു യൂണിറ്റ്, കുന്നത്തറ ടെക്സ്റ്റൈൽസ്, സെൻറ്റ് ജോർജ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് വാകത്താനത്തൊരു യൂണിറ്റ്, അങ്ങനെ 4 ഗവൺമെൻറ്റിൻ്റെ ഇവിടെ തന്നെ 2 യൂണിറ്റ് വന്നു. ഒന്ന് CPIക്കാരുടെ അവർ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അവരൊരു യൂണിറ്റ്, ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലം മേടിച്ചിട്ട് കൊച്ചിനി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു യൂണിറ്റ് തുടങ്ങി. നമ്മൾ കിഴക്കമ്പലം ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു യൂണിറ്റ് തുടങ്ങി. 400 ലൂം വെച്ചിട്ടാണ് ഓരോരുത്തർക്കും. അപ്പോൾ ഈ നമ്മൾ യൂണിറ്റ് തുടങ്ങി. അങ്ങനെ ഇവർ നിർബന്ധിച്ചപ്പോൾ നമ്മളൊരു യൂണിറ്റ് നമ്മൾ കൊടുത്തു. അങ്ങനെയാണ് ഇത് കിറ്റക്സ് ഇവിടെ തുടങ്ങാനായിട്ടുള്ള സാഹചര്യം. ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വിപണനമില്ല. അപ്പോൾ അന്നേരം പിന്നെ ആലോചിച്ച് ഏതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം, തുണി ഉണ്ടാക്കിയ. അപ്പം നമ്മുടെ നാട്ടിൽ അന്ന് ലുങ്കി വളരെ പോപ്പുലറായിട്ടിരിക്കുന്ന സമയമാണ്. ലുങ്കിയൊക്കെ വന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ എന്നാൽ ലുങ്കി ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി നൂല് മേടിച്ച് ഏറ്റവും പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ലൂമിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് നമ്മളിവിടെ തന്നെ ലൂം ഉണ്ടാക്കി തുണി ഉണ്ടാക്കി തമിഴ്നാട്ടിൽ കൊടുത്ത് പ്രോസസ്സ് ചെയ്യിച്ചു. ഇവിടെ പ്രോസസ്സിങ് യൂണിറ്റ് ഒന്നുമില്ല, കേരളത്തിലില്ല. അപ്പം നമ്മൾ തമിഴ്നാട്ടിലെ പ്രോസസ്സിങ് യൂണിറ്റിൽ അയച്ച് തുണി അയച്ച് അവിടുന്ന് പ്രിൻ്റ് ചെയ്ത് ഇവിടെ വരും. നമ്മൾ കട്ട് ചെയ്ത് പാക്കറ്റിലാക്കി വിപണനം ചെയ്തു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ലുങ്കിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. അന്ന് എല്ലാവരും ലുങ്കിയാണ് ഉപയോഗിക്കുന്നത്. ക്വാളിറ്റി ലുങ്കി കിട്ടാനുമില്ല. ഞാനൊക്കെ അന്ന് ലുങ്കി ഉടുത്ത് തുടങ്ങിയ സമയമാണ്. ഈ ലിനൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് കിട്ടുന്നത്.
ഈ ലിനൻ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ പിഞ്ച് മാത്രമല്ല ചെറിയ ഓട്ട വീഴും ആ പ്രിന്റിങ്ങിൽ. ലിനൻ ലുങ്കി അത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആ ഒരു ആളുകൾ ഒരു പ്രോഡക്റ്റിന് വേണ്ടി ദാഹിച്ചിരിക്കുമ്പോഴാണ് ലുങ്കി വന്നത്. അത് മാത്രമല്ല അത് പെട്ടെന്ന് മാർക്കറ്റ് പിടിക്കുകയും നമ്മൾ നല്ല രീതിയിൽ നമുക്ക് 400 ലൂം ഓടിച്ചാൽ മാത്രം പോരാ, കൂടുതൽ ലൂം ആവശ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ലേബറിന് ലൂം എടുത്ത് അവിടെ ഓടിച്ച് നമ്മൾ ഈ പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു അന്നത്തെ കാലത്ത്. പക്ഷെ വേറൊരു ഇത് ദൂഷ്യം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ഒരുമിച്ച് ആരംഭിച്ച 7 യൂണിറ്റിലും ക്ലോസ് ആയിപ്പോയി. ബാക്കി ഇത് മാത്രമാണ് അവർക്ക് എന്താ വിപണനം അറിയത്തില്ലായിരിക്കും. വിപണനം അറിയില്ല. ഉണ്ടാക്കി പ്രോസസ്സ് ചെയ്തു, കുറച്ചൊക്കെ ഉണ്ടാക്കി, കുറച്ച് വിറ്റു, കുറച്ച് നഷ്ടപ്പെട്ടു. ഈ തൊട്ടടുത്ത് നടന്ന കൊച്ചിൻ ടെക്സ്റ്റൈൽസ് വരെ ഒരു 50 ലൂമാട്ടം മേടിച്ചു. അത് വിപണനം ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ അത് കൂട്ടി ആ യൂണിറ്റ് നമ്മൾ ഏറ്റെടുക്കുക ചെയ്തത്, തൊട്ടപ്പുറത്തുള്ള യൂണിറ്റ്. അപ്പോൾ അങ്ങനെ ഈ കിറ്റക്സിന്റെ ഒരു ജന്മം അങ്ങനെയായിരുന്നു. കിഴക്കമ്പലം ടെക്സ്റ്റൈൽസ് ആണ്. കിഴക്കമ്പലം ടെക്സ്റ്റൈൽസ് ആണ് പിന്നീട് കിറ്റക്സ് ആയിട്ട്, അതായത് കിഴക്കമ്പലത്തിന്റെ KIയും ടെക്സ്റ്റൈൽസ് അത് സാബുവിന്റെ ഐഡിയ ആണ്. സാബു ആണ് അത് ഡിസൈൻ ചെയ്തത്. ആ കിറ്റക്സ് എന്നുള്ള പേര് പുള്ളിയാണ് നല്ല അടിപൊളിയായി മാറി. ആ പേര് വളരെ ഭംഗിയായിട്ട് മാറി. വീട്ടുപേര് പോയി കിറ്റക്സ് ആയി. വീട്ടുപേരല്ലായിരുന്നത്, കിഴക്കമ്പലം നാടിന്റെ പേരാണ്. അല്ല, അതല്ലേ പറഞ്ഞ വീട്ടുപേരെ അപ്രസക്തമായി കിറ്റക്സ് എന്നുള്ള പേര് ഫാമിലിയുടെ നെയിമായി മാറി. അതെ അതെ. അപ്പോൾ അങ്ങനെ കിറ്റക്സ് എന്നുള്ള ബ്രാൻഡ് അങ്ങനെ എസ്റ്റാബ്ലിഷ് ഉണ്ടാക്കി. പിന്നീട് ചാക്സൺ തുടങ്ങുന്നത് വീണ്ടും ഒരു 90കളിലാണ്. 90ൽ ഈ അലുമിനിയം പാത്രം ഉണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു എല്ലാവരും പ്രസ്റ്റീജും മറ്റേ ഹോക്കിൻസൊക്കെ പ്രഷർ കുക്കർ ഉണ്ടാക്കുന്നുണ്ട്. അലുമിനിയത്തിൽ നിന്ന് തന്നെയാണ് അവരും ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ വേണമെന്നുള്ള ആലോചനയിൽ ചാക്കോ എന്നാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്. അമ്മയുടെ അനിയത്തെ ഓർത്ത് കഴിഞ്ഞപ്പോഴാ അച്ഛൻ്റെ ഓരോരുത്തർക്കും സാഹചര്യം മാത്രമല്ല, ഓരോ അറ്റാച്ച്മെന്റും ഉണ്ടല്ലോ. ഇത് മാത്രമല്ല, പ്രോഡക്റ്റും ഉണ്ട്. മറ്റേത് സ്ത്രീ പ്രോഡക്റ്റ് ആണ്, ഇത് പുരുഷ പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ചാക്സൺ എന്ന പേരിൽ പ്രഷർ കുക്കർ ഉണ്ടാക്കി. പ്രഷർ കുക്കറിന്റെ ഒപ്പം തന്നെ അതിന്റെ നോൺ സ്റ്റിക്ക് ഐറ്റംസും എല്ലാം ചാക്സൺ ബ്രാൻഡിലാണ് പിന്നീടുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ വീട്ടമ്മമാർക്കുണ്ട്, മറ്റേ പുരുഷന്മാർക്ക് ലുങ്കി ഉണ്ട്. ലുങ്കി പിന്നീട് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള പല പ്രോഡക്റ്റായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് വന്ന് ഇന്നർ ഗാർമെൻറ്റ്സ് ഒക്കെ വന്നു. അപ്പോൾ ഈ പിള്ളേർക്ക് പുതിയ ജനറേഷന് ഒരു പ്രോഡക്റ്റിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചു. എന്ത് പ്രോഡക്റ്റാണ് പിള്ളേർക്ക്? ഇപ്പം അന്ന് ഈ പോപ്പിയൊക്കെ നന്നായിട്ട് പരസ്യം ചെയ്ത് കുട വിൽക്കണ കാലമാണ്, നല്ല പരസ്യം. അതെ. അപ്പോൾ ഈ പിള്ളേർക്ക് പറ്റിയ ഒരു പരസ്യം, അതിന് പറ്റിയ ഒരു പ്രോഡക്റ്റ് എന്നാന്ന് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ സ്കൂൾ ബാഗ് സ്റ്റിച്ചിങ് ആണ് ഞങ്ങളുടെ ഒരു ലൈൻ. അപ്പോൾ സ്കൂൾ ബാഗ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ട് യോജിച്ച് പോകും. ഞങ്ങൾ അലുമിനിയത്തിൽ പണ്ട് സ്കൂൾ ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ഒച്ചയും ബഹളമൊക്കെ കാരണം സ്കൂളിൽ നിരോധിച്ചു. ഈ ഇതിട്ടോ അത് മാത്രമല്ല, പിള്ളേർ ഇതെടുത്ത് അടിയും തുടങ്ങി. അപ്പം അങ്ങനെ ഒരു ശല്യമായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒച്ചയും ബഹളവും ഈ ആളുകൾ പിള്ളേർ ഗുസ്തി കൂടുമ്പോൾ സ്കൂൾ ബാഗ് എടുത്ത് അടിയും തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് സ്കൂളിൽ നിരോധിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗ്രാജുവലായിട്ട് അത് കുറച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഈ സ്കൂൾ ബാഗ് മറ്റേ റെക്സിലിൽ മറ്റേ ഇതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ഡിമാൻഡ് ഉണ്ടാവും. അന്നുകൊണ്ട് വേറെ സ്കൂൾ ബാഗുകൾ അന്നില്ല. വേറെ സ്കൂൾ ബാഗ് ലോക്കലൊക്കെ ഉണ്ടാവുന്നുണ്ട്, വേറെ ആരും ബ്രാൻഡഡ് ഇല്ല. അപ്പോൾ എന്നാൽ ഒരു ബ്രാൻഡഡ് സ്കൂൾ ബാഗ് തുടങ്ങാമെന്ന് നമ്മുടെ ഒരു ആശയം വന്നു. ഈ സ്കൂളിൻ്റെ പേര് വന്നു, സ്കൂബിയുടെ പേര് വരാനായിട്ട് സ്കൂൾ ബി. ആ ഒരു ആശയത്തിൽ നിന്നാണ് സ്കൂബിയുടെ. അന്ന് തന്നെ സ്കൂബി ഡൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാർട്ടൂൺ ഭയങ്കര ഫേമസ് ആയിട്ട്. അപ്പോൾ അതിനോട് സിമിലാരിറ്റി ഉള്ള ഒരു പേരും സ്കൂൾ ബി, സ്കൂൾ തേനീച്ചകൾ എന്നുള്ള ഒരു അർത്ഥം തന്നെ ഒരു ബിയും കൂടി ചേർന്നപ്പോൾ സ്കൂബി ഡേ എന്നുള്ളതാക്കി. മറ്റേ സ്കൂബി ഡൂ എന്നാണ്. അപ്പോൾ അത് റിപ്പീറ്റേഷൻ വരുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും, കോപ്പിറൈറ്റിന് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്കൂബി ഡേ എന്നുള്ള ഒരു പേര് സെലക്ട് ചെയ്യും. അത് ക്ലിക്കായി. അത് ക്ലിക്കായി എന്ന് മാത്രമല്ല, ഇത് ഈ സമയപ്പോഴത്തേക്കും നിങ്ങളെല്ലാം ബിസിനസ്സിലെത്തി. എപ്പം പോലെ മക്കൾ രണ്ടും വരുന്നത്? ഞങ്ങൾ 80 മുതൽ ഞങ്ങൾ ബിസിനസ്സിലുണ്ട്. അപ്പൊ അച്ഛൻ നടത്തിപ്പോ നിങ്ങൾ നിങ്ങളുടെ ഐഡിയയും കൂടെ അച്ഛൻ എടുക്കും, അതോ അച്ഛൻ കേൾക്കും? അതോ എല്ലാ കാര്യത്തിലും നമുക്ക് ഫ്രീഡാണ്, ഒരു കാര്യത്തിലും നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ചെവിക്ക് പിടിക്കത്തില്ല, അത് വേണ്ടെന്ന് പറയാൻ അടിച്ചേൽപ്പിക്കത്തില്ല, ഒന്നുമില്ല. ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ളത് പോലെ പ്രവർത്തിക്കാം. താക്കോല് വരെ, ക്യാഷിന്റെ താക്കോല് വരെ നമ്മളെ ഏൽപ്പിക്കും. അത്ര വിശ്വാസമായിരുന്നു. ക്യാഷ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കില്ല. അല്ലെങ്കിൽ എത്ര ക്യാഷിന്റെ താക്കോല് നമ്മളാണ് പിന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത്.
നമ്മളൊരു 20 വയസ്സിലൊക്കെ 17 മുതൽ 17 ഏറ്റവും ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂൾ അടയ്ക്കുമ്പോൾ തന്നെ സ്കൂളിൽ ഇവിടെ വരും, കമ്പനിയിൽ കൊണ്ടുവരും, സാധാരണ ജോലിയൊക്കെ ചെയ്യണമായിരുന്നു, എല്ലാ ജോലിയും ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ നേരെ മാനേജറാക്കിയില്ല? ഇല്ല ഇല്ല ഇല്ല. എന്ത് ജോലിയാണ് തുടങ്ങിയത്? ഞാനൊക്കെ ചാക്ക് തുന്നലായിരുന്നു ആദ്യത്തെ ജോലി. ഈ അലുമിനിയം പാത്രം പാക്ക് ചെയ്യാനായിട്ട് ചാക്ക് വേണം, അപ്പൊ അത് തുന്നി എടുക്കുക എന്നുള്ളത് ചാച്ചൻ അങ്ങനെ അത് ചെയ്യാൻ പറയും. അപ്പൊ അത് ചെയ്യും. കുറച്ചേരം കഴിയുമ്പോൾ ക്ഷീണിക്കുമ്പോൾ അതിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങും. ചാച്ചനൊരു കുഴപ്പമില്ല, ക്ഷീണിക്കേണ്ടത് വെച്ചു. അന്ന് ഇതുപോലെ ക്യാമറ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് അവിടെ കിടന്നുറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ ക്യാമറ എടുത്തപ്പോ തന്നെ പ്രിന്റ് വരും. ഇപ്പൊ അന്ന് അപ്പൊ ക്ഷീണിച്ച് കഴിയുമ്പോ ആ ചാക്കിന്റെ മുകളിൽ കയറുന്ന അങ്ങനെ തുടങ്ങിയാണ് കയറുന്നത്. അതെ. അപ്പൊ നമുക്ക് എല്ലാ പ്രോസസ്സും ഏതാണ്ട് കാണാപ്പാടാം. ഇപ്പൊ ഒരു കമ്പനിയിലെ ഒരു പ്രോസസ്സ് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന മെഷീനാണോ അതിന്റെ ഇന്ന പ്രോബ്ലം ആണോ എന്ന് പറയാൻ നമുക്ക് ഇവിടെ ഇരുന്ന് ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നീട് അടുത്ത അവസാനത്തെ കയറിയാണ് ഗാർമെന്റ്സ് ഉണ്ടാവുന്നത്. അതായത് ഇത് ഈ ബാഗും സ്കൂൾ ബാഗും ഗാർമെന്റ്സ് ഏതാണ്ട് ഒരേ സമയത്താണ് തുടങ്ങിയത്. ഓക്കെ. അതായത് ഗാർമെന്റ്സും ചാച്ചന്റെ കാലത്ത് തന്നെ ഒരുമിച്ച് തുടങ്ങിയതാണോ? അല്ല. അത് ഒരു സ്കൂൾ ബാഗ് ഏതാണ്ട് 2000-ഓടനുബന്ധിച്ചാണ് സ്കൂൾ ബാഗ്. 10 വർഷം കൂടുമ്പോഴാണ് ഓരോ പുതിയ പ്രോഡക്റ്റ് അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2000-ഓടനുബന്ധിച്ച് ഞാൻ ചെയ്യുന്ന യൂണിറ്റിൽ സ്കൂൾ ബാഗും കൂടെ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ സാബു അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സ്പോർട്ട് ഗാർമെന്റ് ഉണ്ട്. ആ ഒരു ഡിവിഷൻ എപ്പോഴാണ് വന്നേ? ചാച്ചൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടും രണ്ടായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചാച്ചന് ആഗ്രഹമായിരുന്നു? അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടും 2 യൂണിറ്റ്. പുള്ളിയുടെ ആശയം എൻ്റെ ആശയമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ട്രഡീഷണൽ അല്ലേ, വിപ്ലവമില്ല. അതുകൊണ്ട് ഭിന്നത ഉണ്ടായിരുന്നു, ചാച്ചന് നിർബന്ധം ഉണ്ടായിരുന്നു അല്ലേ, ഭിന്നത ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ല, നമ്മൾ അന്നേ 2 ബിസിനസ് ചെയ്യണു. ഓക്കെ. പുള്ളിയുടെ ബിസിനസ്സിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല, എൻ്റെ ബിസിനസ്സിൽ. അല്ല, ചാച്ചന്റെ കാലത്തല്ല ഒരു ബിസിനസ് അല്ലേ? ഒരുമിച്ചാണെങ്കിലും ഞങ്ങൾ രണ്ടായിട്ടാണ് ചെയ്യണത്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ചാച്ചൻ മിക്കവാറും ഓഫീസിൽ വരലൊക്കെ വളരെ വല്ലപ്പോഴും ഒരിക്കൽ വന്ന് എല്ലാ ജോലിക്കാരെയും കണ്ട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോവും എന്നല്ലാണ്ട് വേറെ ഭരണത്തിലൊന്നുമില്ല. ഭരണത്തിൽ അലുമിനിയത്തിൽ ഞാനിരിക്കും, കിറ്റക്സിൽ സാബു ഇരിക്കും. അപ്പോൾ അങ്ങനെ ആ ഭരണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ 2000-നോടനുബന്ധിച്ച് സാബു കൂടുതൽ ഇതിൻ്റെ ബിസിനസ് എക്സ്പാൻഷനായിട്ട് ഗാർമെൻറ്റ്സ് ബിസിനസ് അപ്പുറത്ത് വേറൊരു യൂണിറ്റ് ഇപ്പോൾ പോയില്ലേ നിങ്ങൾ, ആ യൂണിറ്റ് ഉണ്ടാക്കുകയും അതിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ പുള്ളിക്ക് ഈ ഇവിടുത്തെ യൂണിറ്റിൽ ലോക്കൽ ബിസിനസ്സിൽ അത്ര താല്പര്യമില്ല, എക്സ്പോർട്ടിലാണ് പുള്ളിയുടെ ഫ്ലറിഷ്. പുള്ളിക്ക് അങ്ങനെ ഒരു കൂടുതൽ ആളുകളായിട്ട് ഇടപെടാനൊക്കെ ആയിട്ട് കൂടുതൽ താല്പര്യവും ഫോറിനായിട്ടൊക്കെ ബിസിനസ്സിന് പോകാനായിട്ടുള്ളൊരു താല്പര്യമൊക്കെ വന്നപ്പോൾ പുള്ളി ആ ബിസിനസ്സായിട്ട് വീണ്ടും അവിടെ നിന്ന് മാറി. അപ്പം ഞാൻ ഈ ബിസിനസ് നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ബാക്കിയല്ല എല്ലാം. അപ്പം ഞാൻ ഈ ബിസിനസ് എല്ലാം ലോക്കൽ ബിസിനസ് എല്ലാം ഞാൻ നോക്കും. അതായത് ഏതൊക്കെ? കിറ്റക്സിന്റെ ലുങ്കി ലിമിറ്റഡ്, അതായത് കിറ്റക്സിന്റെ ലുങ്കി ബെഡ്ഷീറ്റ് അതല്ല, അതായത് ഇന്നർ ഗാർമെന്റ്സ് എല്ലാം ഞാൻ നോക്കുന്നു. പിന്നെ ചാക്സൺ പ്രഷർ കുക്കർ, അലുമിനിയം പാത്രം, സാറാസ്, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന എല്ലാ ബിസിനസ്സും. അത് മാത്രമല്ല സ്കൂബിയുടെ ബാഗും ഞാൻ. ഓക്കെ. അപ്പൊ അത് ഇൻഡിപെൻഡന്റ്ലി കിറ്റക്സിന്റെ യൂണിറ്റിന്റെ പേരിലാണ്. അപ്പൊ എങ്ങനെ അറിയപ്പെടുന്നത്? കിറ്റക്സ് ലിമിറ്റഡ് എങ്ങനെയാണ്? കിറ്റക്സ് ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് ഈ കമ്പനി ഇതെല്ലാം പോകുന്നത്. മറ്റേത് കിറ്റക്സ് ഗാർമെന്റ്സ്, അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അത് വേറെ കമ്പനിയാണ്. ഇത് കിറ്റക്സ് ലിമിറ്റഡ് എന്നുള്ളത് ക്ലോസ്ലി ഹെൽഡ് ലിമിറ്റഡ് കമ്പനിയാണ്. അത് അതിന്റെ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ ആയിരുന്നു. ഫാദർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ. മറ്റേ കിറ്റക്സ് ലിമിറ്റഡ് സാബുവാണ്. കിറ്റക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് അത് എക്സ്പോർട്ടാണ്, അത് കംപ്ലീറ്റ് എക്സ്പോർട്ടാണ്. അത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് മാത്രമാണ് പുള്ളിയുടെ എക്സ്പോർട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം കൂടുതലുണ്ടാവും. ഇപ്പോൾ ഒരു ഓർഡർ എന്ന് പറയുമ്പോൾ 2 ലക്ഷം പീസ്, 5 ലക്ഷം പീസ്, 10 ലക്ഷം പീസൊക്കെ ആയിരിക്കും ഒരു ഓർഡർ വന്നത്. അപ്പോൾ ആ ഓർഡർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടി അടിക്കാൻ പറ്റും. അതൊരു പ്രത്യേക ഒരു ടെക്നിക്കാണ്. അപ്പോൾ അങ്ങനെ അടിച്ചപ്പോൾ ഇത് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രം ബോബിയുടെയാണ്, സാബുവിന്റെ അല്ല. മുണ്ട്, ഈ മുണ്ട് ഇതുപോലുള്ള മുണ്ടുകളെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മുണ്ട്, അങ്ങനെയുള്ള ധോത്തി, ലുങ്കി, ബെഡ്ഷീറ്റ്, ഇന്നർ ഗാർമെന്റ്സ് എല്ലാം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫാക്ടറി ഇവിടെ ഈ ഗാർമെന്റ് ഇങ്ങനെ വളരെ ലാഭമായിട്ടും നന്നായിട്ടും പോയിക്കൊണ്ടിരുന്നപ്പോൾ സാബു എന്നോട് സജസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് ഗാർമെന്റ് ഇൻഡസ്ട്രി തുടങ്ങിക്കൂടാ എന്നോട് സജസ്റ്റ് ചെയ്തപ്പോൾ ഞാനും ഈ ഗാർമെന്റ് എക്സ്പോർട്ട് യൂറോപ്പിലേക്ക് വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി തന്നെ ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 പീസൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റേത് 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ പോവും. ഇത് 5,000 മുതൽ 10,000 രൂപ വരും. അപ്പം
അത് ഈ അപ്പോൾ യൂറോ എക്സ്പോർട്ട് ഇവിടെയും തുടങ്ങി. ഞാനും തുടങ്ങി. അപ്പോൾ അത് പുള്ളിയുടെ ഒരു സജഷനായിരുന്നു. ഇത് കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാം, അപ്പോൾ കൂടുതൽ അതിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്പോർട്ട് ഇല്ലെങ്കിൽ, ലോക്കൽ ഇല്ലെങ്കിൽ എക്സ്പോർട്ട് മാർക്കറ്റ് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളൊരു ആലോചനയുടെ പേരിൽ യൂറോപ്പ് മാർക്കറ്റ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ സാബു അത് വരത്തില്ല, അവിടെ ചെയ്യില്ല. പുള്ളിക്ക് ചെറിയ ഓർഡറൊന്നും വേണ്ട. താല്പര്യമില്ല. ഇപ്പം തെലങ്കാനയിൽ ഇത്രയും കൂടുതലുണ്ടാകും, അപ്പോൾ അതനുസരിച്ച് ഓർഡർ കിട്ടുമോ? ഈ അമേരിക്കയിലെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വളരെ ബിഗർ ഓർഡറാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവരുടെ അടുത്ത ഓർഡർ. അവർക്ക് ഒരു കമ്പനിയുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ 3 കമ്പനിയുടെ, തെലങ്കാനയുടെ പോലെ 3 കമ്പനിയുടെ ഉണ്ടാക്കേണ്ട അവസ്ഥ. എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്നത്, എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പിള്ളേരുടെ കുട്ടികളുടെ ഉടുപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ കുട്ടികളുടെ ഉടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ 3 മാസം കൂടുമ്പോഴും മാറണം. കറക്റ്റ്. പിള്ളേർ വളരുക അത്രയും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന വേറൊരു സ്റ്റേജ് മനുഷ്യൻ്റെ. അപ്പോൾ അതിൻ്റെ വോളിയം നമ്മൾ വിചാരിക്കുന്നേക്കാളും ഒക്കെ. അപ്പോൾ ഇവിടെ ഈ പഴയ സംവിധാനം എല്ലാം അങ്ങനെ തന്നെ തുടരുന്നു, മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ, ലോക്കൽ മാർക്കറ്റിംഗ് ഒക്കെ. അങ്ങനെ സാബ് ഇങ്ങോട്ട് വരവില്ല. എനിക്ക് പുള്ളിയുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഷെയറും ഇല്ല, എൻ്റെ ഇൻഡസ്ട്രിയിൽ പുള്ളിക്ക് ഒരു ഷെയർ. നിങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്? ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതാ ചാച്ചൻ്റെ ആഗ്രഹമാണോ? അത് ചാച്ചൻ, അതിനേക്കാൾ കൂടി ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചാച്ചൻ അത്ര ലവബിൾ നേച്ചറായിരുന്നു. അതെ, ഒരാളെയും കരുതുന്ന കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്നോടാണ് ചാച്ചന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, സ്നേഹം എന്ന് നിങ്ങൾ എന്നെ അങ്ങ് അസ്യൂം ചെയ്യും. ഈ കാര്യത്തിൽ ഒരാളിപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയായിട്ട് ഒരു കാര്യത്തിലേ തർക്കമുള്ളൂ. ഭാര്യ പറയും ജേക്കബേട്ടന് കൂടുതൽ ഇഷ്ടം എന്നോടാണ്. ഞാൻ പറയും ജേക്കബേട്ടന് എന്നോടാണ് കൂടുതൽ ഇഷ്ടം എന്ന്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാക്കാൻ വരെ ചാച്ചന് പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാച്ചൻ്റെ ആഗ്രഹമായിരുന്നു, നിങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു വീട്ടിൽ താമസിക്കുക എന്നുള്ളത്. അതിനേക്കാൾ ഒരു ഞങ്ങൾക്കായിരുന്നു ആഗ്രഹം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നത്തെ കാലത്ത് ഈ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് ഈ സഹോദരങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുക, അവരുടെ ഭാര്യമാരെ, അവരുടെ മക്കളെ. എന്തിനേറെ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിച്ചു പോകുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ സാധിക്കുന്നു രണ്ടുപേർക്കും ഒരുമിച്ച്? ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അതിൻ്റെ ഈ ഭാര്യമാരാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയത്. പക്ഷെ അവർ തമ്മിൽ ഒരു ആലോക്യത്തിൻ്റെ പ്രശ്നമില്ല. അവർ തമ്മിൽ വളരെ യോജിപ്പ്. അത് അവരെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ മുഖത്തപ്പെടുന്നത്. തലയണ മന്ത്രമാണല്ലോ ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. സൂക്ഷിച്ച് നോക്കുന്ന ആവശ്യമില്ലാത്ത അച്ഛൻ പറയുന്നുണ്ട്. ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. അപ്പോൾ എനിക്ക് എന്തായാലും നിങ്ങളുടെ ഞാൻ ആദ്യമായിട്ട് അവിടെ വരുമ്പോൾ കിട്ടുന്ന ആതിഥേയത്വത്തിന് എനിക്ക് ഭയങ്കര, ഞാൻ എല്ലാവരോടും പറയും, കാരണം രണ്ടുപേരും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാവരോടും കൂടി നമ്മൾ. അത് ചാച്ചൻ്റെ ട്രഡീഷനാണ്, ചാച്ചൻ്റെ ട്രെയിനിങ് അത്. അപ്പോൾ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോലിക്കാരെ കൊണ്ട് ആരെയും കൊണ്ട് വിളമ്പിക്കില്ല. അത് ചാച്ചൻ പറയും നിങ്ങൾ വിളമ്പി കൊടുക്കുക, അവർക്ക് അതാണല്ലോ സന്തോഷം. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ ആ ഒരു ട്രെയിനിങ്ങിലാണ് വളർന്നേക്കുന്നത്. മക്കള് എത്ര? ബോബിക്ക് എത്ര? എനിക്ക് 2 പേരാണ്, മോളും മോനും. മോള് ഓസ്ട്രേലിയയിൽ പോയി ബിസിനസ് പഠിച്ച മോളും മോനും ഓസ്ട്രേലിയയിൽ പോയി ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നതാണ്. മോൻ ഡിഗ്രി കഴിഞ്ഞ് പോയി, മോള് ഡിഗ്രി കഴിഞ്ഞ് പോയി. അപ്പോൾ മോള് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, മോൻ ഡിഗ്രിയും കഴിഞ്ഞു. ഇപ്പോൾ മോന് തമിഴ്നാട്ടിൽ എനിക്കൊരു യൂണിറ്റ് ഉണ്ട്. അവിടെ കരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 5-6 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഒക്കെ കൂടി വലിയ ഇതുപോലെ തന്നെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു യൂണിറ്റ് അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ പണ്ട് 85-86 വലിയ സമരം വന്നു. ആ സമരം വന്നപ്പോൾ നമ്മളൊരു യൂണിറ്റ് തമിഴ്നാട്ടിലും കൂടെ തുടങ്ങി, അലുമിനിയത്തിൻ്റെ ടെക്സ്റ്റൈലിൻ്റെ ഒക്കെ ഒരു യൂണിറ്റ്. അത് അവനാശിയിലുണ്ട്. അപ്പോൾ ഈ 2 യൂണിറ്റുകളുടെയും ചുമതല ഇപ്പോൾ മോനാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കി. അപ്പോൾ അവൻ തന്നെ നോക്കി നടത്തിക്കോളും. അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണല്ലോ. നമ്മളുള്ളപ്പോഴാണല്ലോ ഇത് അവർക്കത്. ചാച്ചനുള്ളപ്പോഴാണ് ഞങ്ങൾ ചാച്ചൻ്റെ കൂടെ നിന്ന് ട്രെയിൻ ചെയ്തത്. അപ്പോൾ ചാച്ചൻ എല്ലാ കാര്യത്തിലും മോളിൽ നിന്നൊരു നോട്ടം ഉണ്ടാവും. നമ്മളോടൊന്നും ചോദിക്കുകയോ പറയുകയൊന്നുമില്ല. പക്ഷെ പുള്ളി എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും. അത് പുള്ളി ഏതെങ്കിലും റിസോഴ്സ് എടുത്തിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതൊരു പ്രത്യേക കഴിവ് ആളുകളുടെ. മോള് ഇവിടെ കൂടെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ തസ്തിക മോളുടെ അങ്ങനെ പ്രത്യേക തസ്തികയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളിലും ഏത് നിമിഷം മോൾക്ക് വേണേൽ പണി തെറിക്കാം. മോളുടെ പണി ഏത് നിമിഷം വേണേൽ തെറിക്കാം. തസ്തിക ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഓസ്ട്രേലിയക്ക് പെട്ടെന്ന് വിട്ടുപോക്കോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും അഡ്വാൻസ് ടെക്നോളജിയിലാണ് അവർ വളർന്നത്. അതുകൊണ്ട് വേഷം പറയുന്ന കാര്യമായിട്ടിരിക്കുന്നല്ലേ. എല്ലാം കമ്പ്യൂട്ടറിലാണ് ഡാറ്റാസ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ അത് നമ്മളത് നോക്കി അതിൽ ഒരു ഇരുന്ന് ആൾക്കാരെ വിളിക്കേണ്ടവരാണെങ്കിൽ വിളിച്ച് ഡിസ്കസ് ചെയ്ത്
അപ്പോൾ ഡിസ്പോസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ പേപ്പറിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക്. അനിയൻ്റെ രാഷ്ട്രീയത്തോടൊന്നും നമ്മൾ വലിയ ഇൻവോൾവ് അല്ല, പക്ഷെ പുള്ളിയുടെ എല്ലാ ആശയത്തോടും നമ്മൾ സപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ല ഡയറക്റ്റ് ഇൻവോൾവ് അല്ല. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വോട്ട് പിടിക്കാനൊക്കെ പോകേണ്ട ഒരു സാഹചര്യം വന്ന് പോകും. അപ്പൊ ഇത്രയും ഞാൻ കൂടുതൽ ചോദിക്കണില്ല. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും